നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ കൊല്ലവർഷം 1201 കർക്കിടക മാസം 8-ാം തീയതിയാണ്. 2026 ജൂലൈ 24 വെള്ളിയാഴ്ച ദിവസം. നാളെ പുലർച്ചെ 1:44 വരെ വിശാഖം നക്ഷത്രമായിരിക്കും. അതിനുശേഷം അനിഴം നക്ഷത്രം. അപ്പോൾ നാളത്തെ പകൽ സമയം പൂർണ്ണമായി നമ്മൾ അനിഴം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും. ഇനി തിഥി കൂടി നോക്കുമ്പോൾ നാളെ രാവിലെ 9:14 വരെ ദശമിയാണ്, തുടർന്ന് ഏകാദശിയും. വെള്ളിയാഴ്ച ദിവസമാണ് നാളെ, അനിഴം നക്ഷത്രമാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും അനിഴം നക്ഷത്രവും ഒത്തുചേരുന്ന നാളത്തെ ദിവസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. എല്ലാ ദിവസവും ഓരോ വിധത്തിലുള്ള ഗ്രഹവിന്യാസങ്ങൾ വളരെയധികം പ്രാധാന്യത്തെയാണ് ഭൂമിയിലെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നാളത്തെ ഗ്രഹനില കൂടി നമുക്ക് പരിശോധിച്ചാൽ, നാളെ ചന്ദ്രൻ വൃശ്ചികം രാശിയിലായിരിക്കും സഞ്ചാരം നടത്തുന്നത്. നാളെ 10:55 മുതൽ 1:12:28 വരെ ആയിരിക്കും നാളെ രാഹുകാലമുള്ളത്. അപ്പോൾ ഈ ഒരു സമയം 10:55 മുതൽ 12:28 വരെയുള്ള സമയം ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക. അതായത് ശുഭകരമായ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമവും. പലരും ചോദിക്കാറുണ്ട്, കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എങ്ങനെയാണ് ഈ ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ആകർഷണം കാരണം ഭൂമിയിൽ വേലിയേറ്റം, വേലിയിറക്കം എന്നിവ ഉണ്ടാകും. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇത് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലും 70% ജലാംശമുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെയും അതേപോലെയുള്ള മറ്റു ഗ്രഹങ്ങളുടെയും ഒരു മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും, അതായത് ഈ കാന്തിക തരംഗങ്ങൾ നമ്മുടെ മനസ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കും ഒരുപാട് തന്നെ. അതായത് മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന, ചിന്തകളുടെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതായ ഈ കാന്തിക തരംഗങ്ങൾ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വളരെയധികം സ്വാധീനിച്ചാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അനിഴം നക്ഷത്രം എന്നത് മിത്രദേവതയായി പ്രധാനപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രം കൂടിയാണ് അനിഴം എന്നത്. അപ്പോൾ ഈ ഒരു പ്രഭാവം നാളെ ഭൂമിയിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും നിറയ്ക്കുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ മനുഷ്യരിലേക്കും വന്നു ചേരും. അപ്പോൾ ഈ ഒരു എനർജി ചില നക്ഷത്രക്കാർക്ക് വൻ ധനലാഭവും അതേപോലെ ഭാഗ്യവും കൊണ്ടുവരും. അതുതന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഓരോ ദിവസവും ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുമെന്നത്. അപ്പോൾ ഇവിടെയും നാളത്തെ ദിവസം 12 നക്ഷത്രക്കാർക്ക് വളരെയധികം പോസിറ്റീവായ പ്രഭാവമായിരിക്കും ഈ ഗ്രഹവിന്യാസം നിമിത്തം വന്നു ചേരുന്നത്. ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളുടെ പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായും നെഗറ്റീവായുള്ള ഫലങ്ങളെ ആയിരിക്കും നൽകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നാളത്തെ ദിവസഫലമാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഒന്നിനും അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടരായിട്ട് വേണമെങ്കിൽ പറയാം. ഏത് കാര്യത്തിലും ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ്. ഒരിടത്ത് ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടരല്ല അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അതിവേഗം തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ്. അല്പം സാഹസികതയും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. എവിടെയും ഒരു കല്യാണത്തിന് പോയാലാകട്ടെ, ഏത് ഫംഗ്ഷനായാലും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു പ്രകൃതം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ജന്മനാ തന്നെ ദൈവം അറിഞ്ഞിവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കഠിനമായ അധ്വാനങ്ങൾ നടത്തിയിട്ടും ഒരു ഫലമില്ലാത്തതായ അവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന ആളുകൾ, വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക്, വിശ്വസിച്ച പലരും കൈവിട്ട അവസ്ഥയിലൂടെ അല്ലെങ്കിൽ സാമ്പത്തികമായ ചില അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ നാളത്തെ ദിവസം ഇവിടെ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി നോക്കുമ്പോൾ വലിയൊരു അംഗീകാരമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. അതേപോലെ ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം തടസ്സമില്ലാതെ നടത്തിയെടുക്കാൻ നാളെ സാധിക്കും.
അപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയുമെന്ന്, ചന്ദ്രൻ്റെ അനുഗ്രഹം വരുന്നുണ്ട് എന്ന്. അപ്പോൾ മനസ്സിന് ഒരുപാട് നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ച് മനസ്സിനെ ഇനി അതിന് പാകപ്പെടുത്തുകയാണ്, അതിന് നടക്കില്ല, നീ വിട്ടേക്ക് എന്ന് പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം നാളെ നടക്കാനുള്ള സാധ്യത ചന്ദ്രഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് നാളെ വഴി ഒരുങ്ങും എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ഉതകുന്നതായ, ഭാഗ്യം വന്നു ചേരുന്നതായ ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം കഴിവതും കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക, വളരെയധികം കരുതലോടുകൂടി മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം ചതയമാണ്. ജന്മനാ തന്നെ ദീർഘവീക്ഷണമുള്ളവരാണ് ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഒരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നേ തന്നെ, അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിക്കുന്നത്, മുൻപേ തന്നെ പല കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതേപോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അതായത് ഒരു ലോക്കറിൽ നമ്മൾ പണം വെച്ച് സൂക്ഷിക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് മോഷണം പോവുകയില്ല എന്ന്. അതേ പറഞ്ഞതുപോലെയാണ് ഇവരുടെ കയ്യിൽ നമ്മളൊരു രഹസ്യം നിങ്ങളത് സൂക്ഷിക്കണം, മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ആരോടും പറയരുത് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും മറ്റൊരു ചെവി അറിയാൻ അനുവദിക്കാത്ത രഹസ്യ സൂക്ഷിപ്പുകാരുകൂടി ആണ് എന്ന് വേണമെങ്കിൽ നമുക്കിവരെ പറയാം. അതേപോലെ ഇപ്പോൾ ഈ ഇടയായിട്ട് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വലിയ തോതിലുള്ള ധനമൊക്കെ ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ആരും അങ്ങോട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രയാസം നിമിത്തമുണ്ടായ ചില ആരോഗ്യ വിഷമങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ അതും തള്ളിക്കളയാൻ സാധിക്കില്ല. മക്കൾ നിമിത്തമോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ നിമിത്തമോ എന്നെ ആളുകൾ മനസ്സിലാക്കുന്നില്ല, എൻ്റെ വിഷമങ്ങൾ ആരും അറിയുന്നില്ല എന്നൊരു ചിന്ത മൂലമുള്ള ഒരു വിഷമവുമുണ്ട്. അപ്പോൾ പല വിധേനയുള്ള സങ്കടങ്ങൾ മനസ്സിൽ ഉണ്ട് താനും. അതൊക്കെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്ന സമയമാണ്. നാളെ ചതയ നക്ഷത്രക്കാർക്ക് മാറ്റമുണ്ടാകുന്നതാണ്. വിഷമങ്ങളിൽ നിന്നെല്ലാം ഒരു ഉയർച്ചയിലേക്ക്, മാറ്റങ്ങളിലേക്ക് വരുന്ന സമയം. കർമ്മവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോഴും ലാഭത്തിൻ്റെ സമയമാണ്. തൊഴിൽ ലാഭമുണ്ടാകുന്ന, സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന, നിങ്ങളെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ആരോഗ്യപരമായി നോക്കുമ്പോഴും വൻതോതിലുള്ള ഒരു മെച്ചം വന്നു ചേരുന്ന ദിവസം. കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വന്നു ചേരും. ആരോഗ്യപരമായി നിങ്ങളെ വലിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും മാറുന്ന ഒരു സുദിനം തന്നെയായിരിക്കും നാളത്തേത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ജന്മനാ തന്നെ അറിവ് സമ്പാദിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അറിവ് സംഘടിപ്പിച്ച് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വളരെ കഴിവും കരുത്തും ഉള്ളവരാണ്. അതേപോലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണെങ്കിൽ പോലും എത്ര വലിയ കാര്യങ്ങളും നിഷ്പ്രയാസം പഠിച്ച് വിജയക്കൊടി പാറിക്കുന്ന നക്ഷത്രക്കാർ, ബുദ്ധിശാലികൾ എന്ന് തന്നെയാണ് ഇവരെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാനും നയിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഉപദേശകനായിട്ടോ അതല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഒക്കെ ജീവിതത്തിൽ തിളങ്ങാൻ, ശോഭിക്കാനൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പഠനത്തിലാകട്ടെ ജോലിയിലാകട്ടെ എല്ലാം മുന്നിലായിരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇടയായിട്ട് അല്പം പിന്നോക്കമായ ഒരു അവസ്ഥയുണ്ട്. കഠിനമായിട്ട് അങ്ങോട്ട് ശ്രമിച്ചിട്ടും പരീക്ഷകളിലോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടുപോയ അനുഭവം വരെ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇനി അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതായ സമയമാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. നാളെ നിങ്ങൾക്ക് കാര്യവിജയവും അതേപോലെ മത്സര വിജയവും ഒക്കെയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഇനി പുതിയ കോഴ്സുകളിൽ ചേരാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ ഒക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാളത്തെ ദിനം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നതും. അടുത്ത നക്ഷത്രമായി നമുക്ക് പറയാനുള്ളത് മൂലം നക്ഷത്രത്തെക്കുറിച്ചാണ്. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ആത്മീയ ചിന്തയും സത്യസന്ധതയും ഉള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. ദൈവാധീനം അല്പം കൂടുതലായിട്ടുള്ള കൂട്ടരാണ് മൂലം നക്ഷത്രക്കാർ. സത്യസന്ധതയാണ് മൂലം നക്ഷത്രക്കാരുടെ മുഖമുദ്രയും. പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടരൊക്കെ ആണെങ്കിലും മനസ്സിൽ പാവം ഒരു ഹൃദയത്തിന് ഉടമകളാണ്. ദേഷ്യം വരുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ട് എന്ന് കരുതി പലരും ഇവരോട് അങ്ങോട്ട് അടുക്കാൻ വരാറില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിലേക്ക് ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് മൂലം എന്ന് പറയുന്നത്. അപ്പോൾ ഏഴര ശനിയുടെ ആയാലും മറ്റു സ്വാധീനമൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്തിലൂടെയാണ്, അല്ലെങ്കിൽ മാനസിക വിഷമതകളിലൂടെയും ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ
കർമ്മ മേഖലയിലും ഒരു അസ്ഥിരത, ഒരു സ്ഥിരമല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാളത്തെ ദിവസം വൻ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. മനസ്സിന് വലിയൊരു സമാധാനമൊക്കെ ഉണ്ടാകുന്നതായ ഒരു ദിവസം തന്നെ. മുടങ്ങിക്കിടന്നതായ അല്ലെങ്കിൽ കൈവന്നു ചേരേണ്ടതായ വലിയൊരു തുക, ഒരു ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ ഒരു മെല്ലെപ്പോക്ക് നയത്തിൻ്റെ വക്താക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാര്യമായാലും മെല്ലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വളരെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാത്ത ആളുകളാണ്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ കുറുക്കിക്കൊള്ളുന്നത് പോലെ കൃത്യവുമായിരിക്കും. ബുദ്ധി സാമർഥ്യം കൊണ്ട് വളരെയധികം ഉന്നതിയിലെത്തുന്ന അല്ലെങ്കിൽ ടോപ്പിലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ചോതി എന്ന് പറയുന്നത്. ഇവരുടെ ഒരു കാര്യം, നീതിക്കും ന്യായത്തിനും വേണ്ടി സംസാരിക്കുന്നവർ, നീതിക്കും ന്യായത്തിനും നിരക്കാത്ത ഒരു കാര്യവും ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും വീഴ്ചകളും ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷനാണ് എല്ലാ ഫീൽഡിലും. അല്പം തരികിടയൊക്കെ കാണിച്ച് നിന്നാലായിരിക്കും ചിലപ്പോൾ മുന്നോട്ട്. തരികിട എന്ന് പറയുന്നത് അല്പം ഒരു രീതി, ഈ താളത്തിനൊത്ത് തുള്ളിയാൽ മാത്രമേ ചിലപ്പോൾ മുന്നോട്ട് വരാൻ സാധിക്കൂ എന്നുള്ളൊരു കാലം. പക്ഷേ ഇവരുടെ രീതിയിലെന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോക്ക് നയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും വീഴ്ച ഉണ്ടാകുന്നത്. പക്ഷേ ഈ നേരെ വാ നേരെ പോ എന്ന നയം ദൈവത്തിന് അതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് വീഴ്ചകളിൽ നിന്നും നിങ്ങളെ ഭഗവാൻ തന്നെ പല അവസരങ്ങളിലും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളതും. ഇപ്പോൾ മാനസികമായിട്ട് അല്പം ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും തന്നിലെ വിഷമങ്ങൾ, തനിക്കുള്ളിലുള്ള വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റാത്തതായ ഒരു അവസ്ഥയൊക്കെയുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പലവിധ സ്വന്തം ആരോഗ്യം പോലും നോക്കാൻ പറ്റാത്തതായ പലവിധ വിഷമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അനിഴ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൂടി ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകളൊക്കെ ഉണ്ടാകാനും ചില വിജയങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസത്തെ ഗ്രഹവിന്യാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാലും നേതൃത്വ പാഠം ആയാലും വിശ്വസ്തതയുടെ കാര്യത്തിലായാലും ഉത്രം നക്ഷത്രക്കാരും ജന്മസിദ്ധമായവർക്ക് ദൈവം അറിഞ്ഞ് തന്നെ ഈ കഴിവുകളൊക്കെ നൽകിയിട്ടുണ്ട്. സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ പഠിച്ചവരാകട്ടെ അല്ലെങ്കിൽ ഒരു അറിവിലുള്ളവരെ ആകട്ടെ ആ ഒരു സൗഹൃദം മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ രീതിയിലുള്ള ത്യാഗങ്ങൾക്ക് വരെ ശ്രമിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ്. എന്നാൽ ഈ ഇടയായിട്ട് ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത കുറ്റത്തിന് അല്പം പഴിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അർഹിച്ച അംഗീകാരമോ അല്ലെങ്കിൽ അർഹിക്കുന്നതായ കാര്യങ്ങളോ കർമ്മവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ലഭിക്കാതെയൊക്കെ പോയ അവസ്ഥയുണ്ട്. ഒരു സുഹൃത്തിൽ നിന്നുണ്ടായ വഞ്ചനയാണ്. വഞ്ചന എന്ന് പറയുമ്പോൾ പണം അപഹരിച്ചു എന്ന് മാത്രമല്ല, വാക്കുകൊണ്ട് മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് ഉണ്ടാകിയ ചില വഞ്ചനകളുമൊക്കെ കാണുമല്ലോ. അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര പാച്ചപ്പ് ചെയ്താലും അതങ്ങോട്ട് നേരെ ആകാത്തതായ ഒരു അവസ്ഥയുമുണ്ട്. കർമ്മം കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ പല ആളുകളുടെ മുൻപിൽ ചെയ്യാത്ത, അതായത് ഇല്ലാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നാളെ നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാകുന്ന, നിങ്ങളുടെ ഭാഗം പറഞ്ഞ് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നതായ ഒരു ദിവസമാണ്. കൂടാതെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് വരെ നല്ല വാക്കുകൾ കേൾക്കാനൊക്കെ ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും. സാമ്പത്തികമായി ഒരു ഭദ്രതയൊക്കെ ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. നാളെ ഭാഗ്യം അനുകൂലമാണ്. അപ്രതീക്ഷിതമായി കയ്യിലേക്ക് കുറച്ച് ധനമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. ഇനി ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ബുദ്ധിശക്തിയുടെ കാര്യത്തിലായാലും കാര്യപ്രാപ്തിയുടെ കാര്യത്തിലായാലും ഏറ്റവും ഉന്നതിയിലുള്ളൊരു നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത്. ശത്രുക്കളെ പോലും തൻ്റെ സംസാര ചാതുര്യം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങളോട് ഏറ്റവും മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവരെ ആണെങ്കിൽ പോലും നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവ് സംസാരത്താൽ ഉണ്ട്. മിത്രങ്ങളാക്കാൻ സാധിക്കും എല്ലാവരെയും. ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടും ഒടുവിൽ ചീത്തപ്പേര് കേൾക്കേണ്ടതായി വരുന്നൊരവസ്ഥയും കൂടിയുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്താലും പഴി കേൾക്കേണ്ടി വരുന്നത് ഇടയ്ക്കിടെ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ഇപ്പോൾ മനസ്സില്ലാത്തതായ ഒരവസ്ഥ. അങ്ങനെ കാണരുത്. അങ്ങനെ ഇല്ല, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നത് കൊണ്ട് കുറ്റങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. ഭഗവാൻ അത് കാണും. നമ്മുടെ സഹായം സ്വീകരിക്കുന്ന വ്യക്തി അത് കണ്ടില്ലെങ്കിൽ പോലും ഭഗവാനാണ് അത് കാണുന്നത്. അതിനുള്ള നമുക്ക് കൂലി ഭാഗ്യമായിട്ടോ പുണ്യമായിട്ടോ തരേണ്ടത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ കാണും എന്ന ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടാകും. നാളത്തെ ഗ്രഹനില അനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത്. സമൂഹത്തിൽ നിന്ന് ചില ആദരവുകളൊക്കെ ലഭിക്കാനും ശത്രുക്കളുടെ മുന്നിൽ പരാജയമായിരുന്നല്ലോ ഇത്രയും കാലം,
ഇനി ആ ശത്രുക്കളുടെ മുന്നിൽ വിജയക്കൊടി പാറിക്കാനൊക്കെയുള്ള സമയം നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യപരമായും സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയവും നാളത്തെ ദിവസവും വെച്ച് നോക്കുമ്പോൾ വളരെയധികം അനുകൂലമായിട്ട് തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നത്. അടുത്തത് പുണർദ നക്ഷത്രമാണ്. ശാന്ത സ്വഭാവമുള്ളവരാണ് പുണർദ നക്ഷത്രക്കാർ. ശ്രീരാമചന്ദ്രനെ പോലെ ഈശ്വരഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ടോപ്പിലുള്ളവരാണ്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും പരാജയം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴ്ചകൾ പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വസ്തു സംബന്ധമായിട്ടാണ് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ കുടുംബസ്വത്താകാം, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചിട്ട് അതിൻ്റെ വഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളാകാം. ഏതായാലും അല്പപ്രയാസങ്ങളുണ്ട്, അതൊക്കെ മാറുന്നതായ സമയമാണ്. നാളെ അനുകൂലമായ ഒരു വാർത്തയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ദീർഘനാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നാളെ വലിയ ഒരു ലാഭം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഓരോ ദിവസത്തെ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള ഫലമാണ് നിങ്ങൾക്ക് കാണുന്നതിനാൽ തന്നെ ഏറെ നാളുകളായി വസ്തുവുമായി ബന്ധപ്പെട്ട് തർക്കത്തിലുള്ള കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം ഒരു ചെറിയ പരിഹാരമൊക്കെ കാണാനായി നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി രേവതി നക്ഷത്രമാണ്. വളരെ ശാന്ത സ്വഭാവമൊക്കെ ഉള്ളവരാണ് രേവതി നക്ഷത്രം. പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്തേക്ക് കാണിക്കാൻ അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് ദേഷ്യഭാവത്തിലൊക്കെ വരുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ സ്നേഹമാണ് എന്നതാണ് അവരുടെ നമുക്കറിയാം. രേവതി നക്ഷത്രക്കാർക്ക് സ്വയമേവേ അറിയാം എനിക്ക് സ്നേഹമാണ് എല്ലാവരും. പക്ഷേ ആ സ്നേഹം അങ്ങോട്ട് പുറത്ത് പല സമയത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു മടി ഉണ്ട്. മടി എന്ന് വെച്ചാൽ അറിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ ഒരു സ്നേഹപ്രകടനം അറിയാത്ത വ്യക്തി എന്ന നിലയിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യാറുണ്ട്. അത് ചെറിയൊരു വിഷയമായിട്ട്. പക്ഷേ അത് ഓരോ നക്ഷത്രക്കാർക്കും ജന്മനാ തന്നെ ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. ചില നക്ഷത്രക്കാർ നല്ല രീതിയിൽ നർമ്മം പറയുന്നവരാണ്. ചിലർക്ക് ദേഷ്യമാണ്, എന്ത് പറഞ്ഞാൽ നല്ല കാര്യത്തിനായാലും ചിരിക്കുന്ന മുഖം കാണിക്കാറില്ല. അങ്ങനെ ഓരോ നക്ഷത്രക്കാർക്ക്. ഇവിടെ രേവതി നക്ഷത്രക്കാർ ഉള്ള നിറയെ സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ആരും രേവതി നക്ഷത്രക്കാർ കല്ലാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. വളരെയധികം മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്. അതിപ്പോൾ ഒരു തീരുമാനവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അല്പം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അത് വേണോ വേണ്ടായോ എന്നൊരു തീരുമാനം മനസ്സിലുണ്ട്. അത് വേണോ വേണ്ടായോ എന്ന ചിന്തയിൽ ഇപ്പോൾ നിൽക്കുന്ന സമയമാണ്. ധനപരമായുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊരു നീക്കുപോക്കൊക്കെ ഉണ്ടാകും. നാളെ രേവതി നക്ഷത്രക്കാർക്ക് പുതിയ ചില വഴികളൊക്കെ തുറക്കപ്പെടുന്ന ദിവസമാണ്. തടസ്സങ്ങളൊക്കെ മാറും. അനുകൂലമായ ദിവസമാണ്. ദീർഘദൂര യാത്രയ്ക്ക് അവസരമുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ദീർഘദൂര യാത്ര എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആ യാത്ര കൊണ്ട് വളരെയധികം ഗുണം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്ത ഈ നക്ഷത്രക്കാർക്ക് നാളെ പോസിറ്റീവായ ചില മാറ്റങ്ങളാണ് ഈ ഗ്രഹനില പ്രകാരം കാണാനായി സാധിച്ചത്. എന്നാൽ ജ്യോതിഷം എന്നത് ഒരു വഴിവിളക്ക് മാത്രമാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു തരാറുള്ളതാണ്. നമ്മുടെ കഠിനാധ്വാനം അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസമാണ് ജീവിത വിജയത്തിന് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ജീവിത വിജയമായി നമ്മുടെ പാതയിലേക്ക് വരുന്നതിന് ഈശ്വരവിശ്വാസം, കഠിനാധ്വാനം തീർച്ചയായും ഉണ്ടായേ മതിയാകും. അല്ലാതെ നാളത്തെ ദിവസം ഗ്രഹങ്ങൾ അനുകൂലമാണോ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആനുകൂല്യം നമ്മളിലേക്ക് വന്നു ചേരുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അതിനുള്ള സാധ്യമാകട്ടെ എന്നതുകൂടി ഇവിടെ ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.